ഇന്നൊരു സ്പെഷ്യൽ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ പൊറോട്ട. ഇത് ചൈനീസ് പൊറോട്ട എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചേർക്കുന്നില്ല. സാധാരണ പൊറോട്ടയുടെ മാവ് ഉണ്ടാക്കിയിട്ട് അതിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 2.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളമായിരിക്കണം ചേർക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല, കൈ പൊള്ളും. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളച്ച വെള്ളം പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ തിളച്ച വെള്ളം ചേർക്കണം എന്നില്ല, കാരണം നമ്മൾ തിളച്ച വെള്ളം ചേർത്ത് പൊടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നോർമൽ വാട്ടർ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ കുഴക്കുന്നത്. ഒരല്പം ചേർത്താൽ മതി. നമുക്കിത് കുഴക്കാൻ എത്രയാണ് വെള്ളം ഇനി ആവശ്യം അത്രയും മാത്രം പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴച്ചിട്ട്. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അത്ര വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവും. അപ്പോൾ നല്ല പൊടിയായിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ബട്ടറോ ഡാൽഡയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും ഒരു 4-5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മാവിൽ നിന്നും ആദ്യം പൊറോട്ട ഉണ്ടാക്കാൻ ആവശ്യമായ വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ പൊറോട്ട വേണ്ടത് അതിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തടവുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട്, ഞാനിവിടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ചപ്പാത്തി പലകയാണെങ്കിൽ അതിലേക്ക് എണ്ണ തടവിയിട്ട് ഇതുപോലെ നേരിയതായിട്ട് ഈ മാവ് പരത്തിയെടുക്കുക. എണ്ണ തടവിയത് കൊണ്ട് തന്നെ വളരെ നേരിയതായിട്ട് നമുക്കിത് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നമുക്ക് പറ്റുന്ന അത്രയും നേരിയതാക്കിയിട്ട് പരത്തുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ വരെ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് റൗണ്ടിലൊന്ന് ചുരുട്ടിയെടുക്കാം. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. റൗണ്ടിലൊന്ന് ചുരുട്ടിയതിന് ശേഷം ഇതിൻ്റെ അറ്റം പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇളകാതെ അവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഒരു പൊറോട്ടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മുഴുവനും റെഡിയാക്കി എടുക്കാം. ഇതുപോലെ 9 എണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2.5 കപ്പ് മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയത് 9 പൊറോട്ടയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിന് പരത്താൻ വേണ്ടിയിട്ട് എണ്ണ ആവശ്യമാണെങ്കിൽ എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് ഇത് പരത്തിയെടുക്കുക. അപ്പോൾ പൊറോട്ട സാധാരണ അറിയാമല്ലോ, ചപ്പാത്തിയേക്കാളും ഒരല്പം വണ്ണം കൂട്ടിയിട്ടാണ് പരത്തേണ്ടത്. ചപ്പാത്തിയുടെ അത്രയും നേരിയതാക്കരുത്, ഒരല്പം വണ്ണത്തിലൊന്ന് പരത്തിയെടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു വണ്ണത്തിലാണ് പൊറോട്ട പരത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു പൊറോട്ട ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മുഴുവൻ പൊറോട്ടയും പരത്തി റെഡിയാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട മുഴുവനും പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 3 എണ്ണം ഒരുമിച്ച് ചുട്ടെടുക്കാൻ പറ്റിയ വലിയൊരു ഓടാണ് വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ സാധാരണ ഫ്രൈങ് പാൻ വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുത്താലും മതി. അപ്പോൾ ചൂടായ തവയിലേക്ക് നമ്മൾ പരത്തി വെച്ച പൊറോട്ട 3 എണ്ണം ഒരുമിച്ച് വെച്ച് കൊടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊറോട്ട ചുട്ടെടുക്കാൻ. ഫ്ലെയിം വല്ലാതെ കൂടിപ്പോണ്ട, പെട്ടെന്ന് കരിഞ്ഞിട്ട് പൊറോട്ട നല്ലോണം വേവാതെയായി പോവും. അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലും പൊറോട്ട അത്ര നന്നായി കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഈ പൊറോട്ടയുടെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊറോട്ട നല്ല ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പുരട്ടി കൊടുക്കാം. അധികം ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു 4-5 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന ഭാഗം നല്ല ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. പൊറോട്ട നന്നായിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 4-5 പ്രാവശ്യം ഞാൻ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊറോട്ട നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് മുഴുവൻ പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാം. പൊറോട്ട ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 പൊറോട്ട ഒരുമിച്ച് വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ കേരള പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. 2 ഭാഗവും മാറി മാറി വെച്ചിട്ട് അടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊറോട്ട അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ലെയറുകളായിട്ടാണ് ഇരിക്കുന്നത്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ലെയറുകളായിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഉൾഭാഗത്തൊക്കെ നല്ല ലെയറുകളായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ ആ സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ പൊറോട്ട. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെ പോലും ആവശ്യമില്ല. കുറച്ച് മയണൈസോ അല്ലെങ്കിൽ യോഗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പൊറോട്ട നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.